ഓ ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഗംഗണപതയേ നമഃ. ഓം ശ്രീ സരസ്വത്യേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയ പഠനത്തിലേക്ക് വീണ്ടും സ്വാഗതം. 9ാം ദശകത്തിലെ 3ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തെ 2 ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, പത്മകൽപ്പത്തില് പത്മജനായിട്ടുള്ള ബ്രഹ്മദേവൻ ആ സാഗരത്തില് താമരപ്പൂവിൽ ഇരിക്കുന്ന താൻ ആരാണെന്നും ഈ താമരപ്പൂവ് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്, ഇതിന്റെ ആധാരം എന്താണ് എന്നുമുള്ള അന്വേഷണം മനസ്സിൽ തുടങ്ങിയിരിക്കുകയാണ്. ആ ചിന്തയിലേക്ക് മുഴുകിയിരിക്കുകയാണ് ബ്രഹ്മദേവൻ. അടുത്ത ശ്ലോകത്തിൽ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഞാനൊന്ന് ശ്ലോകം ചൊല്ലിത്തരാം, നിങ്ങൾ കേട്ടു നോക്കൂ. അമുഷ്യ ഹി സരോരുഹ കിമപി കാരണം സംഭവേത് ഇതി സ്മ കൃതനിശ്ചയസ്സ ഖലു നാളരന്ധ്രാധ്വനാ സ്വയോഗബലവിദ്യയാ സമവരൂഢവാൻ പ്രൗഢധീഃ ത്വദീയമതിമോഹനം ന തു കളേബരം ദൃഷ്ടവാൻ. അമുഷ്യ ഹി സരോരുഹഃ കിമപി കാരണം സംഭവേത് ഇതി സ്മ കൃതനിശ്ചയഃ സഹ ഖലു നാളരന്ധ്രാധ്വനാ സ്വയോഗബലവിദ്യയാ സമവരൂഢവാൻ പ്രൗഢധീഃ ത്വദീയം അതിമോഹനം ന തു കളേബരം ദൃഷ്ടവാൻ. അമുഷ്യ സരോരുഹഃ, ഈ താമരപ്പൂവിന്, സരോരുഹം താമരപ്പൂവ്, അമുഷ്യ സരോരുഹഃ ഈ താമരപ്പൂവിന് കിമപി കാരണം, എന്തെങ്കിലും കാരണം, ഹി സംഭവേത് ഉറപ്പായിട്ടും അതിനൊരു കാരണം ഉണ്ടാവണം. സംഭവേത് അതിന് ഒരു സംഭവം, ഒരു കാരണം അതിന് ഉണ്ടാവണം എന്നുള്ളത്. ഇതി സ്മ കൃതനിശ്ചയഃ, ഇങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിട്ട് ഉറപ്പായിട്ടും ഈ താമരപ്പൂവ് ഇവിടെ ഉണ്ടെങ്കിൽ ഇതിനൊരു കാരണം ഉണ്ടാവണം. ഞാനവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്, നിങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്, ഈ ചുറ്റിലും കാണുന്ന വസ്തുക്കൾക്കൊക്കെ ഉണ്ടെങ്കിൽ ഒരു കാരണമുണ്ട്, ഓരോ കാര്യത്തിനും ഓരോ കാരണമുണ്ട്. അപ്പോ ഈ താമരപ്പൂവിന് ഉറപ്പായിട്ടൊരു കാരണമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് തീർച്ചയായിട്ടും അതിനൊരു ആധാരമുണ്ട് എന്ന് ചിന്തിച്ചിട്ട് സഹ പ്രൗഢധീഹി ഖലു, ആ പ്രൗഢമായ ബുദ്ധിയോട് കൂടിയിട്ടുള്ള പ്രൗഢബുദ്ധിയായിട്ടുള്ള ബ്രഹ്മദേവൻ സ്വയോഗബലവിദ്യയാ, സ്വന്തം യോഗബലത്തോടു കൂടിയിട്ട്, ചില പുസ്തകങ്ങളിൽ സയോഗബലവിദ്യയാ എന്നുണ്ടാവും. ഇത് രണ്ടും ശരിയാണ്, 2 പാഠഭേദങ്ങളായിട്ടാണ് കാണുന്നത്. സയോഗം എന്ന് പറയുന്നത് യോഗ വിദ്യയോട് കൂടിയിട്ട്, സയോഗബലവിദ്യയാ യോഗബലത്തോട് കൂടിയിട്ട് എന്നർത്ഥം. സ്വയോഗബലവിദ്യ എന്ന് പറഞ്ഞാൽ സ്വന്തം യോഗബലത്തോട് കൂടിയിട്ട്. രണ്ടും സ്വീകരിക്കാവുന്നതാണ്. ഇവിടെ നമ്മുടെ വനമാല വ്യാഖ്യാനത്തില് സ്വയോഗ ബലവിദ്യയ എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഡോക്ടർ BC ബാലകൃഷ്ണൻ അവരുടെ വ്യാഖ്യാനത്തിലൊക്കെ സയോഗ ബലവിദ്യ എന്നാണ് കാണുന്നത്. വനമാല നമുക്ക് ഫോളോ ചെയ്യാം. അതുകൊണ്ട് സ്വയോഗ ബലവിദ്യ, സ്വന്തം യോഗ ബലവിദ്യയാൽ നാളരന്ധ്രാധ്വന, നാളരന്ധ്രമാകുന്ന മാർഗത്തിലൂടെ, താമരപ്പൂവിന്റെ ആ നാളരന്ധ്രം ഉണ്ടല്ലോ, എന്താണ് പറയാ, ആ താമരത്തണ്ട്, ആ താമരത്തണ്ടിന്റെ നാളത്തിലൂടെ, നാളരന്ധ്രാധ്വന സമവരൂഢവാൻ, അതിലൂടെ അങ്ങോട്ട് കീഴ്പോട്ട് ഇറങ്ങിപ്പോയി.
അപ്പൊ താമരപ്പൂവാ ഉള്ളത്, വെള്ളത്തിലേക്ക് ചാടുന്നതിനേക്കാളും നല്ലത് ആ താമരപ്പൂവിന്റെ നാളത്തിലൂടെ പോയി കഴിഞ്ഞാൽ അതിന്റെ ആധാരം കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ സ്വന്തം യോഗ ബലവിദ്യയാൽ ബ്രഹ്മദേവൻ ആ താമരപ്പൂവിന്റെ തണ്ടിന്റെ ആ നാളത്തിലൂടെ സമരൂഢവാൻ താഴേക്ക് ഇറങ്ങിപ്പോയി. തു എന്നാൽ അങ്ങനെ പോയിട്ടും എന്താണ്? അതിമോഹനം ത്വദീയം കളേബരം, അതിമനോഹരമായിട്ടുള്ള നിന്തിരുവടികളുടെ കളേബരം ന ദൃഷ്ടവാൻ, കണ്ടില്ല. അതിമോഹനമായിട്ടുള്ള നിന്റെ കളേബരം, നിന്റെ ശരീരം, നിന്തിരുവടികളുടെ ആ മനോഹരമായിട്ടുള്ള രൂപം അതിന്റെ ആധാരമായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ താമരത്തണ്ടിന്റെ ഉള്ളിലൂടെ പോയിട്ട് നോക്കിയിട്ട് പോലും ബ്രഹ്മദേവൻ അത് കണ്ടില്ല. സ്വന്തം യോഗ ശക്തിയൊക്കെ ഉപയോഗിച്ച് ഉള്ളിലൂടെയൊക്കെ പോയി നോക്കി. ആ താമരത്തണ്ടിന്റെ നാളങ്ങൾക്ക് ഉള്ളിലൂടെയൊക്കെ പോയി അന്വേഷണം നടത്തി നോക്കി, എന്നിട്ടും കണ്ടില്ല. അമുഷ്യ സരോരുഹ, ഈ താമരപ്പൂവിന് കിമപി കാരണം സംഭവേത്, കിമപി കാരണം ഹി സംഭവേത്, അതിനെന്തായാലും ഒരു കാരണം ഉണ്ടാവും എന്നുള്ള കാര്യം അങ്ങോട്ട് ഉറപ്പിച്ചിട്ട് ഇതിസ്മ കൃതനിശ്ചയ, ഇതിസ്മ കൃതനിശ്ചയ, അങ്ങനെ ഉറപ്പിച്ചു വെച്ചിട്ട് മനസ്സിലങ്ങ് നിശ്ചയം ചെയ്തിട്ട് സഹാ പ്രൗഢതീഹി, ആ പ്രൗഢബുദ്ധിയോട് കൂടിയിട്ടുള്ള, ഉറച്ച പ്രൗഢ ബുദ്ധിയോട് കൂടിയിട്ടുള്ള ആ ബ്രഹ്മദേവൻ, ബ്രഹ്മദേവൻ സ്വയോഗ ബലവിദ്യയ, സ്വന്തം യോഗ ബലവിദ്യയോട് കൂടിയിട്ട് നാളരന്ധ്രാധ്വന, ആ നാളരന്ധ്രത്തിലെ മാർഗത്തിലൂടെ, അത് ആ വഴിയിലൂടെ സമവരൂഢവാൻ, അതിലേക്ക് താഴേക്ക് ഇറങ്ങിച്ചെന്നു. തൂ അതിമോഹനം ത്വദീയം കളേബരം ന ദൃഷ്ടവാൻ, അതിമനോഹരമായിട്ടുള്ള നിന്ദ്രവടികളുടെ ആ കളേബരം, ആ ശരീരം കാണാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. താൻ എവിടെ നിന്ന് വന്നു എന്നുള്ള ചോദ്യം, യോഗബല ശക്തിയൊക്കെ ഉണ്ട് ബ്രഹ്മദേവന്. എന്നിട്ട് ആ ശക്തി ഉപയോഗിച്ചിട്ടാണ് താമരപ്പൂവിൻ്റെ ഉള്ളിലേക്ക് ആ നാളത്തിലൂടെ തണ്ടിലൂടെ ഇറങ്ങി അകത്ത് താഴെ പോയിട്ട് നോക്കാമെന്നുള്ള ഭാവത്തിൽ പോകുന്നത്. വലിയ താമരപ്പൂവാണ് കേട്ടോ. സങ്കല്പിക്കുമ്പോൾ കുഞ്ഞു താമരപ്പൂവിൽ ഇരിക്കുന്നതായിട്ട് സങ്കല്പിക്കേണ്ട, ചിത്രത്തിലൊക്കെ കാണുന്ന പോലെ വലിയ താമരപ്പൂവാണെന്ന് വിചാരിച്ചോളൂ. വലിയ താമരപ്പൂവിൽ ഇരിക്കുന്ന ബ്രഹ്മദേവൻ, അത്രയും യോഗശക്തിയൊക്കെയുള്ള ബ്രഹ്മദേവൻ താഴേക്ക് ഇറങ്ങി പോവാണ് അന്വേഷിച്ചു. കുറെ അന്വേഷിച്ചിട്ടുണ്ടാവണം. അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്, പല പല വഴികളിലൂടെയൊക്കെ പോയി അന്വേഷിച്ചു, ഒന്നും കണ്ടില്ല. ആ ഭഗവാന്റെ രൂപം കാണുവാൻ നമ്മൾ ഇരിക്കുന്നിടവും ഇരിപ്പിടവും കുഴിച്ചിട്ടൊന്നും കാര്യമില്ല. അത് എവിടെ നിന്ന് കിട്ടും എന്നുള്ളത് വരും ശ്ലോകങ്ങളിൽ നമുക്ക് കാണാം. ആ മനോഹരമായ താമരപ്പൂവിൻ്റെ ഗർഭത്തിൽ, അതിൻ്റെ മടിയിൽ ഇങ്ങനെ ഇരിക്കുന്ന ആ ബ്രഹ്മദേവനും അന്വേഷണമാണ്. ഞാൻ എവിടെ നിന്ന് വന്നു, ഈ താമരപ്പൂ എവിടെ നിന്ന് വന്നു, ശരി എന്നാൽ പിന്നെ എൻ്റെ യോഗശക്തിയൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ താമരപ്പൂവിൻ്റെ നാളത്തിലൂടെ ഇറങ്ങിപ്പോയിട്ട് നോക്കാം, എന്നിട്ട് ഇതിൻ്റെ ആധാരം കണ്ടുപിടിക്കാം എന്നുള്ള ഭാവത്തിൽ ബ്രഹ്മദേവൻ താഴേക്ക് ഇറങ്ങിപ്പോകുന്നു. ഒന്നും കാണാതിരിക്കുന്നു, ഒന്നും കണ്ടില്ല. മനോഹരമായിട്ടുള്ള രൂപം അന്വേഷണത്തിൽ കണ്ടെത്തിയില്ല. അതാണ് ഈ ശ്ലോകത്ത് പറഞ്ഞിട്ടുള്ളത്. ഞാനൊന്ന് ശ്ലോകം ചൊല്ലിത്തരാം, നിങ്ങളൊന്ന് ചൊല്ലി നോക്കാം. അമുഷ്യ ഹി സരോരുഹഃ കിമപി കാരണം സംഭവേത് ഇതി സ്മ കൃതനിശ്ചയഃ സഖലു നാളരന്ധ്രാധ്വനാം സ്വയോഗബലവിദ്യയാം സമവരൂഢവാൻ പ്രൗഢധീഃ ത്വദീയമതിമോഹനം നതു കളേബരം ദൃഷ്ടവാൻ. അപ്പോൾ ബ്രഹ്മദേവന്റെ ചിന്തയിൽ ഞാനിവിടെ ഉണ്ടെങ്കിൽ, ഞാൻ ഇരിക്കുന്ന ഈ താമരപ്പൂവ് ഉണ്ടെങ്കിൽ അതിനൊരു കാരണം നിശ്ചയമായിട്ടുണ്ടാകുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട്
ആ താമര തണ്ടിന്റെ നാളത്തിലൂടെ, അതിലെ മാർഗത്തിലൂടെ താഴേക്ക് ഇറങ്ങി ചെന്നിട്ട് ബ്രഹ്മദേവൻ അന്വേഷിച്ചു. അവിടെയും ഭഗവാന്റെ മനോഹരമായിട്ടുള്ള, അതിമനോഹരമായിട്ടുള്ള ആ സുന്ദര രൂപം കാണുവാൻ വേണ്ടി സാധിച്ചില്ല എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. നമുക്കും ചുറ്റുപാട് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭഗവാൻ എവിടെ, ഭഗവാൻ എവിടെ, ഭഗവാൻ എന്തേ എൻ്റെ മുന്നിൽ വരുന്നില്ല, ഭഗവാൻ എന്തുകൊണ്ടാണ് എന്നെ പല കാര്യങ്ങളിലും അനുഗ്രഹിക്കാത്തത് എന്നുള്ള അന്വേഷണമുണ്ട്. പല കാര്യങ്ങളിലും ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്നുണ്ട്, സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്, ഒരു കുറവും എനിക്ക് വരുത്തിയിട്ടില്ല എന്ന് പറയുന്നവരുമുണ്ട്. ഈ രണ്ട് കാരണമാണെങ്കിലും ഭഗവാൻ എവിടെ? അപ്പൊ നമ്മള് നമ്മുടെ അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഗുരുവായൂരപ്പന്റെ നടയിൽ പോയിട്ട് കൈതൊഴുന്ന് നിൽക്കും. ആ കൈതൊഴുത് നിൽക്കുന്ന അവസ്ഥയിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഉള്ളിലേക്ക് കണ്ണടക്കും. ഭഗവാൻ അവിടെ ഇരുന്നിട്ട് മനോഹരമായ രൂപത്തിൽ വാകച്ചാർത്തും കളഭച്ചാർത്തും ഒക്കെ കഴിഞ്ഞ് സുന്ദര രൂപത്തിലിരിക്കുന്ന സമയത്ത് നമുക്ക് ആനന്ദ നിർവൃതി അടയാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഭാഗ്യവാന്മാരാണ്. ഗുരുവായൂരപ്പന്റെ നടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ മനോഹരമായിട്ടുള്ള രൂപത്തിന്റെ ഒരു മിനിയേച്ചർ രൂപം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അത് വലിയ ഭാഗ്യമാണ്. അത് തന്നെ മതി നമുക്ക് ആനന്ദധാരയിൽ ആറാടാൻ വേണ്ടിയിട്ട്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇത് കേൾക്കുന്ന എല്ലാവർക്കും ആ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും എന്നറിയാം. ബ്രഹ്മദേവനേക്കാൾ ഭാഗ്യം ചെയ്തവരാണോ നമ്മളെന്ന് തോന്നും. ഈ അവസരത്തിൽ ബ്രഹ്മദേവന്റെ മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പക്ഷെ നമുക്ക് പറഞ്ഞു തരാനും, ഇതാണ് ഭഗവാനാണ് കാരണമെന്ന് പറഞ്ഞു തരാനും, ഇതോ ഭഗവാനെ നിനക്ക് കാണണോ, പൊയ്ക്കോളൂ, അവിടെ പോയി നിന്ന് പ്രാർത്ഥിച്ചോളൂ എന്ന് പറയാനും ഒക്കെ നമുക്ക് ആചാര്യന്മാരും നമ്മുടെ മാതാപിതാക്കളും ബന്ധുജനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ഭാഗ്യത്തെ നമ്മൾ കൃതജ്ഞതയോടുകൂടി നമ്മളെ മനസ്സിൽ വെക്കാം. എന്നിട്ട് ഭഗവാന്റെ ആ വലിയ മനോഹരമായിട്ടുള്ള യഥാർത്ഥ രൂപം നമുക്ക് അന്വേഷിക്കാം. ഗുരുവായൂരപ്പനിലൂടെ, ഗുരുവായൂരപ്പൻ്റെ ആ കുഞ്ഞു രൂപത്തിലൂടെ നമുക്ക് ഭഗവാന്റെ വിശാലമായിട്ടുള്ള അനാദി മധ്യാന്തം അനന്തവീര്യം അനന്തബാഹും ശശി സൂര്യനേത്രം എന്ന് പറയുന്ന വലിയ രൂപത്തെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാവട്ടെ നമ്മൾ ചൊല്ലുന്ന ഓരോ ശ്ലോകവും. എല്ലാവർക്കും നമസ്തേ. നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണ.